ധന്യരാമൻ, നോക്കൂ, പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അളവ് നോക്കിയാണ് ഇവിടെ പല ആളുകളും അവരുടെ പോസ്റ്റിന്, അവരുടെ ഫോട്ടോയ്ക്ക് എന്ത് കമന്റ് ഇടണമെന്ന് തീരുമാനിക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ ധന്യരാമൻ? അത് ഓരോ മനുഷ്യൻ്റെയും കാഴ്ചയുടെ പ്രശ്നമാണ്. ഒന്നിനെ മോശമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അതിനെ മോശമായിട്ട് മാത്രമേ ചിന്തിക്കാനും റിലേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. നല്ലതിനെ നല്ലതായിട്ട് കാണാനും അത് കച്ചവടത്തെ കച്ചവടമായിട്ട് കാണാനും പേഴ്സണൽ വിഷയങ്ങളെ പേഴ്സണലായിട്ട് കാണാനും നമ്മുടെ സമൂഹം ഇതുവരെ പഠിച്ചിട്ടില്ല. സമൂഹത്തിൻ്റെ മനോവൈകൃതം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നമ്മളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ പൊതുവേ എപ്പോഴും ദ്വയാർത്ഥം വെച്ച് വളരെ സെക്ഷുവൽ കമൻറ്റ്സ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇത്രയും അയാൾ സെക്ഷുവൽ കമൻറ്റ്സൊക്കെ പറഞ്ഞിട്ടിരിക്കുക തന്നെ അയാൾ സർക്കാരിൻ്റെ പ്രഥമ അതിഥിയായിട്ടൊക്കെ ഓരോ പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങളിങ്ങനെ അതിശയിച്ചിട്ടുണ്ട്. ഇത്രയും വഷളത്തരം പറയുന്ന ഒരാളെ സർക്കാർ ഒരു അതിഥിയായി വെച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ ഇയാൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ആയി ബന്ധപ്പെട്ട്, അവളൊരു ബിസിനസ്സുകാരിയാണ്, അപ്പോൾ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസർഷിപ്പിൻ്റെ എന്തോ കാര്യത്തിന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പിന്നീട് വാട്സപ്പിൽ നിങ്ങൾ ബാംഗ്ലൂരേക്ക് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം, നിങ്ങൾ ബാംഗ്ലൂരേക്ക് വരൂ എന്ന് പറഞ്ഞ് വളരെ മോശം രീതിയിൽ അവളെടുത്ത് ബിഹേവ് ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ അവളെടുത്ത് പറഞ്ഞു, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത്, ഇത്തരം ആൾക്കാർക്കെതിരെ നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് തൊഴിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ചെറിയ തോതിൽ ജീവിച്ചു പോകുന്ന നമ്മളൊക്കെ ഇയാൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാവും, അതെൻ്റെ ജീവിതത്തെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും, അതുകൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. എനിക്കറിയാം ആ പെൺകുട്ടിയെ. അതുകൊണ്ട് തന്നെ എത്രയോ തവണ നിരന്തരം ഇയാൾക്കെതിരെ എന്തുകൊണ്ട് നേരത്തെ നടപടി എടുത്തിട്ടില്ല എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. അത്രയ്ക്കും രീതിയിൽ ഇയാളുടെ വീഡിയോസൊക്കെ ഒരുപാട് കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതും വളരെ ദ്വയാർത്ഥം വെച്ചിട്ടുള്ള ഇതൊക്കെ വളരെ മോശമാണ്. അതെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ പിന്നെ പൊതുവേ ഇതിന് ശേഷം ഇയാളെ കണ്ടാൽ ഇയാളുടെ ഒരു വീഡിയോ ഞാൻ കാണാറില്ല. ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വാർത്തയെ ബന്ധപ്പെട്ടിട്ട് ഹണി റോസ് ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഹണി റോസിനൊക്കെ അറിയാം അവർ പ്രൊഫഷണലായിട്ട് നടന്നാലും, എങ്ങനെ അവർ മാർക്കറ്റ് എടുത്താലും, അവരെങ്ങനെ അവരുടെ വരുമാനം സിനിമ അതെല്ലാം ആയാലും അവരെയൊക്കെ കൃത്യമായിട്ട് ഹണി റോസ് പരാതി കൊടുത്തു, സ്റ്റേറ്റ് അത് കേട്ടു, പോലീസ് ഉടനടി ആക്ഷൻ എടുത്തു. ആ ഒരു കോൺഫിഡൻസ് ഹണി റോസിനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇന്നല്ല എന്ന് പരാതി കൊടുത്താലും അതൊക്കെ പെട്ടെന്ന് തന്നെ അതിന് നടപടി വരും എന്നുള്ളത് ഹണി റോസിന് നന്നായിട്ട് അറിയാം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുതലായി. പ്രൊട്ടക്റ്റ് ചെയ്യാനില്ലാത്ത ആൾക്കാർക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് അത് നിയമത്തിൻ്റെ വഴി അങ്ങനെയുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ ഓടിപ്പോയി ഒരു പരാതി കൊടുത്താൽ പെട്ടെന്ന് അത് സ്വീകരിക്കും, അവർക്ക് ഭയങ്കര സ്വീകാര്യത കിട്ടും. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അല്ലാത്ത സ്ത്രീകൾ, ഇന്നലെ വരെ ഞങ്ങളൊക്കെ ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണിനെ, അതുപോലെ പെണ്ണിനെയും കുഞ്ഞിനെയും 13 വയസ്സുള്ള കുഞ്ഞിനെയും ഒരാൾ ഫോട്ടോ വരെ വെച്ചിട്ട് ഭയങ്കര സെക്ഷുവൽ കമൻ്റ് ഇട്ട് ഞങ്ങൾ 3 തവണ പരാതി കൊടുത്തു. ഇന്നലെ രാത്രി വീണ്ടും ആ കുഞ്ഞിൻ്റെ പടം അടക്കം പോക്സോ കേസ് എടുക്കാവുന്ന വിഷയമാണ്. കുഞ്ഞിൻ്റെ പടം അടക്കം അയാൾ വീണ്ടും സെക്ഷുവൽ കമൻ്റ് ഇട്ടപ്പോൾ രാത്രി ഞാൻ 12 മണിക്കാണ് ശാസ്താംകോട്ട DYSPയെ വിളിച്ചത്. അദ്ദേഹം അപ്പം തന്നെ പോലീസുകാർ വിടുകയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പോൾ നടപടികൾ നമുക്ക് ഒരുപാടുണ്ടാകുന്നുണ്ട്. ഈ ഒരു നടപടി കൊണ്ടൊന്നും ഇതൊന്നും അവസാനിക്കുന്ന ഒന്നല്ല. മനുഷ്യൻ്റെ മനസ്സും ചിന്തകളും ഒക്കെ മാറി വളരെ നെഗറ്റീവായിട്ടാണ്. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങി പ്രതികരിക്കുന്നവർ, സംസാരിക്കുന്നവർ, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നവർ, എല്ലാവരും തിരിക്കുന്നവരെല്ലാവരും മോശക്കാരാണെന്നുള്ളൊരു ധാരണ ഇവിടെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് പോകുന്നത്. അപ്പോൾ വളരെ ഈ വലിയ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇവിടുത്തെ ഒരു കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും കച്ചവടക്കാരനൊക്കെയാണ്. അയാൾക്ക് വളരെയധികം രാഷ്ട്രീയ സ്വീകാര്യതകളാണ്. പോലീസുകാർ പോലും അയാളെ കണ്ടിട്ട് റോഡിൽ വണ്ടി നിർത്തി അയാളുടെ സെൽഫി എടുക്കുന്ന വീഡിയോ വരെ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ലഭിക്കും. ഇത്രയും സ്വീകാര്യം കിട്ടുന്ന ഒരാൾ എത്രയോ തവണ സെക്ഷുവൽ കമൻറ്റ്സ് ഇട്ടിട്ട് ഇപ്പോഴാണ് അയാളെ ഒരു നിയമ നടപടിക്ക് വിധേയനാക്കാനായിട്ട് ഒരു പരാതി ധൈര്യപൂർവ്വം ഒരു പെണ്ണ് വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ മുൻപോട്ടേക്ക് വരും. ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഹണി റോസിനെ പോലെയുള്ളവർ ഇവിടെ മറ്റൊരു നടിക്ക് ഇതുപോലെ ഒരു ഭയങ്കര ഒരു ഒരു റേപ്പിന് അല്ലെങ്കിൽ വിധേയായ സമയത്ത് ഇവരാരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ